എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. എൻ്റെ ജീവിതത്തിലുമുണ്ട് നടന്നതും നടക്കാത്തതുമായിട്ടുള്ള ഒത്തിരി ആഗ്രഹങ്ങൾ. ഇന്നിപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ആഗ്രഹത്തെക്കുറിച്ചാണ്. ഞങ്ങളൊരു യാത്ര പോയി, ഒരു ചെറിയ യാത്ര. ആ യാത്രയിൽ ഞാനും എൻ്റെ മകളും എൻ്റെ കുഞ്ഞമ്മയും കൂടിയാണ്. ട്രെയിനിലാണ്, ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിനിലാണ്, നേത്രാവതി എക്സ്പ്രസ്സിലാണ് പോയത്. നല്ലൊരു അനുഭവമായിരുന്നു ട്രെയിനിലെ യാത്ര. വലിയ തിരക്കുകളൊന്നുമില്ല, നല്ല സുഖമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. തേർഡ് AC ആണ് എടുത്തത്. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. നല്ല വൃത്തിയും എല്ലാം ഫീൽ ചെയ്തു. അവിടെ നിന്ന് നമ്മൾ എറണാകുളത്ത് ഇറങ്ങി. എറണാകുളത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തീരുമാനിച്ചതാണ് ഗുരുവായൂർ അമ്പലത്തിലൊന്ന് പോകണമെന്ന്. വേറെ ഒന്നും നോക്കിയില്ല. അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ കയറി ഫ്രീ ടിക്കറ്റും എടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലോട്ട് തിരിച്ച്. അവിടെ ചെന്ന് ഇറങ്ങി ആ ഭഗവാനെ ഒന്ന് കണ്ടു. എന്ത് സമാധാനമെന്നറിയാമോ? നമ്മുടെ മനസ്സൊന്ന് തണുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും സമാധാനമായിട്ടാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഭഗവാനെ കാണാനും തൊഴുവാനും സാധിച്ചത്. ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല, അപ്രതീക്ഷിതമായി നടന്നതാണ്. ആഗ്രഹമുണ്ടായിരുന്നു, ഒത്തിരി നാളുകൊണ്ടേ ആഗ്രഹിക്കുന്നുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വരണമെന്ന്. എന്നിട്ട് അതൊന്നും നടന്നിട്ടില്ല. ഇത് ആഗ്രഹിക്കാതെ തന്നെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കാൻ സാധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവിടെ ചെന്ന് നമ്മൾ ഭഗവാനെ നല്ലതുപോലെ ഞങ്ങൾക്ക് കയറി തൊഴുവാൻ പറ്റി. ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. നമുക്ക് ഒരാളെ പരിചയം ഉണ്ടായിരുന്നു. അവർ മുഖാന്തരം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറി തൊഴുത് ആ സന്നിധാനത്ത് ഒത്തിരി സമയം നിൽക്കാൻ സാധിച്ചു. അതൊക്കെ വലിയൊരു അനുഭവമായിട്ട് കാണുന്നു. ഭഗവാനെ നന്നായിട്ട് തൊഴുത് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് റൂമിൽ പോയി. റൂമിലൊക്കെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു. പിറ്റേന്ന് രാവിലത്തെ ട്രെയിനിൽ നമ്മൾ തിരിച്ചു വരാനാണ് നിന്നത്. ആ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഒന്നും കൂടി ക്ഷേത്ര സന്നിധാനത്തൊക്കെ ഒന്ന് നടന്ന് അവിടുത്തെ എല്ലാം കണ്ട് സന്തോഷപ്രദമായിട്ട് ഇനിയും ഞങ്ങൾക്ക് തിരിച്ച് ഭഗവാനെ കാണാൻ ഇനിയും വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ച്, ഒരുപാട് മനസ്സമാധാനവും സന്തോഷമൊക്കെ ഞങ്ങൾക്ക് തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി. നല്ലൊരു അനുഭവമായിരുന്നു അത്.